നമസ്കാരം. ദി ഡീപ്പ് ഡൈവിലേക്ക് സ്വാഗതം. നമ്മൾ അവസാന നാളുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ സാധാരണയായി എതിർ ക്രിസ്തു അല്ലെങ്കിൽ ലോക പ്രതിസന്ധികൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, യുദ്ധങ്ങൾ ഇതൊക്കെയാണെന്നും മനസ്സിൽ വരുന്നത്. ശരിയാണ്, കാരണം അതൊക്കെ നമ്മളെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണല്ലോ. അതെ. എന്നാൽ നമ്മൾ ഇന്ന് നോക്കുന്ന ഈ ചില പഠനങ്ങൾ, ചില സ്രോതസ്സുകൾ ഒരു വ്യത്യസ്ത വിഷയത്തിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. യേശുവിൻ്റെ രണ്ടാം വരവ്, പിന്നെ അർമഗദ്ദോൻ യുദ്ധം, അതിനുശേഷമുള്ള ആ ഒരു 1000 വർഷത്തെ ഭരണം, ഇതിനെക്കുറിച്ചൊക്കെ നിലവിലുള്ള ചിന്തകളിൽ നിന്ന് കുറച്ച് വേറിട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. അതെ, ഈ വിഷയങ്ങളിലെ ഒരുപാട് പാരമ്പര്യ ധാരണകളെ ഈ പഠനങ്ങൾ ഒരു പുതിയ രീതിയിലാണ് സമീപിക്കുന്നത്. വെളിപാട് പുസ്തകവും പഴയ നിയമ പ്രവചനങ്ങളും ഒക്കെ ഒരുമിച്ച് വെച്ച് വായിക്കാൻ ശ്രമിക്കുകയാണിവർ. കൊള്ളാം. അപ്പോൾ നമുക്ക് ആ വ്യാഖ്യാനങ്ങളിലേക്കൊന്ന് ആഴത്തിൽ പോയി നോക്കാം അല്ലേ? എന്താണ് ഈ സ്രോതസ്സുകൾ പറയുന്നത്? രണ്ടാം വരവിനെക്കുറിച്ച് എന്താണ് ഇവരുടെ കാഴ്ചപ്പാട്? അർമഗദ്ദോനെക്കുറിച്ച് നമ്മുടെ ധാരണകളെ ഇതെങ്ങനെ മാറ്റുന്നു? പിന്നെ ആ സഹസ്രാബ്ദവാഴ്ചയും പുതിയ ഭൂമിയും, അത് രണ്ടും ഒന്നാണോ? ഇതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. തീർച്ചയായും. അപ്പോൾ ആദ്യം തന്നെ ഈ രണ്ടാം വരവ്, അവിടെ ഒരു മറ നീങ്ങുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ ഈ സ്രോതസ്സുകളിൽ. അതെന്താണ് സംഭവം? നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് യേശു ഇങ്ങനെ ഭൗതികമായി ഇറങ്ങി വരുന്നല്ലേ. അതൊരു പ്രധാനപ്പെട്ട ആശയമാണ് ഈ പഠനങ്ങളിൽ. അതായത് ഇന്ന് നമുക്ക് ഈ ഭൗതിക ലോകത്തിനും ആത്മീയ ലോകത്തിനും ഇടയിൽ ഒരു തരം മറയുണ്ട്, ഒരു വെയിൽ. ഓക്കെ. അപ്പുറത്തുള്ള കാര്യങ്ങൾ, ആത്മീയ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പൂർണ്ണമായി കാണാൻ പറ്റില്ല. ശരിയാണ്. പക്ഷെ രണ്ടാം വരവിൽ ബൈബിളിൽ പറയുന്നില്ലേ, ആകാശവും ഭൂമിയും ഒരു ചുരുൾ പോലെ നീങ്ങിപ്പോകുമെന്ന്? ഉണ്ട്. അത് ഈ മറ അങ്ങ് നീങ്ങിപ്പോകുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഈ വ്യാഖ്യാനം പറയുന്നത്. അപ്പോ എന്ത് സംഭവിക്കും? മനുഷ്യർക്ക് ഈ ആത്മീയ യാഥാർത്ഥ്യങ്ങൾ, ഒരു പക്ഷേ ദൂതന്മാരെ അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യം ഒക്കെ കൂടുതൽ വ്യക്തമായി കാണാനും അനുഭവിക്കാനും പറ്റും. അതായത് ഒരു തടസ്സം മാറുന്നത് പോലെ. അതെ, ദൈവം മനുഷ്യരോടൊപ്പം വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ആശയമാണ് ഇതിന് പിന്നിൽ. ഇപ്പോൾ ഒരു വൺ വേ മിറർ പോലെയാണ്. അവർക്ക് നമ്മളെ കാണാം, പക്ഷെ നമുക്ക് അങ്ങോട്ട് പൂർണ്ണമായി കാണാൻ കഴിയില്ല. ആ ഒരു അവസ്ഥ മാറും. യേശുവിൻ്റെ ഭൗതിക വരവിനോടൊപ്പം തന്നെ ഈ ഒരു മാറ്റവും സംഭവിക്കും. കൊള്ളാം. അപ്പോൾ ഈ മറ നീങ്ങുന്നതിനോട് ചേർത്ത് തന്നെയാണോ ഈ നക്ഷത്രങ്ങൾ വീഴുന്ന കാര്യവും ഇവർ കാണുന്നത്? വെളിപാടിൽ കാഞ്ഞിരം വംവുഡ് എന്നൊക്കെ പറയുന്ന നക്ഷത്രം വീഴുന്നില്ലേ? അതെ അതെ, അവിടെയാണ് ഈ പ്രതീകങ്ങളെ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് വരുന്നത്. ഈ പഠനങ്ങളിൽ ഒരു പ്രധാന വാദം നക്ഷത്രങ്ങൾ എന്ന് ബൈബിളിൽ പലയിടത്തും പറയുന്നത് ദൂതന്മാരെയാണ് എന്നാണ്. ശരി. അപ്പോൾ ഈ നക്ഷത്രങ്ങൾ വീഴുന്നത് ഒരു ആകാശത്തിലെ പ്രതിഭാസമായി കാണുന്നതിന് പകരം അത് ദൂതന്മാരുടെ, പ്രത്യേകിച്ച് വീണുപോയ ദൂതന്മാരുടെ പതനമാണ്. അങ്ങനെയാണ് ഈ വ്യാഖ്യാനം. ഉദാഹരണത്തിന് വെളിപാട് 8 പറയുന്ന ആ കാഞ്ഞിരം എന്ന വലിയ നക്ഷത്രം, അത് സാത്താൻ തന്നെയാണെന്നാണ് ഈ പഠനം പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ പ്രതീകങ്ങളെ തിരിച്ചറിഞ്ഞാൽ ചില പ്രവചനങ്ങളെ നമ്മൾ വിചാരിക്കുന്നതിലും അക്ഷരാർത്ഥത്തിൽ എടുക്കാൻ പറ്റുമെന്നാണോ? ഒരു പരിധിവരെ അതെ. വെളിപാട് 12 സാത്താൻ വാലുകൊണ്ട് ആകാശത്തിലെ 1/3 നക്ഷത്രങ്ങളെ, അതായത് ദൂതന്മാരെ, ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ. ഉണ്ട്. അതും ഈ കാഞ്ഞിരം വീഴുന്നതും ഒരുപക്ഷെ ഒരേ സംഭവത്തിൻ്റെ 2 വിവരണങ്ങളാകാം. കാരണം വെളിപാട് പുസ്തകം എപ്പോഴും ഇങ്ങനെ കൃത്യം കാലക്രമത്തിലല്ല കാര്യങ്ങൾ പറയുന്നത്, ചിലപ്പോൾ വിഷയങ്ങൾ അനുസരിച്ചാണ്. ശരി ശരി. ഒരു സംഭവം തന്നെ പല അധ്യായങ്ങളിൽ പല ആംഗിളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പം നക്ഷത്രം ദൂതനാണെന്ന് മനസ്സിലാക്കിയാൽ നക്ഷത്രം വീഴുന്നു എന്നത് ദൂതൻ അധികാരത്തിൽ നിന്ന് വീഴുന്നതിനെയോ അല്ലെങ്കിൽ ഭൂമിയിലേക്ക് തള്ളപ്പെടുന്നതിനെയും അക്ഷരാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നു എന്ന് ഇവർ പറയുന്നു. കൊള്ളാം. ഇനി നമുക്ക് അർമഗദ്ദോനിലേക്ക് വരാം. സാധാരണ നമ്മൾ കേൾക്കുന്നത് വടക്കൻ ഇസ്രായേലിലെ മെഗിദ്ദോ താഴ്വരയിൽ ലോകരാഷ്ട്രങ്ങൾ തമ്മിലൊരു ഭീകര യുദ്ധം നടക്കുമെന്നാണല്ലോ. എൻ്റെയൊക്കെ ധാരണ അതായിരുന്നു. അതെ, അതാണ് പൊതുവെ ഉള്ള ചിന്ത. പക്ഷേ ഈ സ്രോതസ്സുകൾ പറയുന്നത് അതല്ല എന്നാണോ? തീർച്ചയായും. ആ പരമ്പരാഗത ചിന്തയെ ഇവർ കാര്യമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇത് വെറുതെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, അല്ലെങ്കിൽ ഒരു സഖ്യം വേറൊരു സഖ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നതല്ല. പിന്നെ എന്താണ്? മറിച്ച് യേശുവിൻ്റെ രണ്ടാം വരവിനോട് ചേർന്ന് ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം, ശ്രദ്ധിക്കണം, ഒന്നടങ്കം ദൈവത്തിനും ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനും ഒരു പക്ഷേ യേശുവിനെ അനുഗമിക്കുന്ന എല്ലാവർക്കുമെതിരെ ഒന്നിക്കുന്ന ഒരു യുദ്ധം. അതാണോ സംഭവം? അതെ. ഇത് നടക്കുന്നത് എപ്പോഴാണ്? കർത്താവിൻ്റെ ദിവസം എന്ന് പറയുന്ന യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ ആ സമയത്താണ്. അപ്പോൾ ആ പേരോ അർമഗദ്ദോൻ, അതിന് മെഗിദ്ദോയുമായി ബന്ധമില്ലെന്നാണോ? അതാണ് അടുത്ത രസകരമായ വാദം.
അർമഗെദ്ദോൻ എന്ന വാക്കിന് മെഗിദ്ദോ മല ഹാർ മെഗിദ്ദോ എന്ന അർത്ഥമല്ല ഇവർ കാണുന്നത്. അല്ലേ? അല്ല, പകരം വേറൊരു ഹീബ്രു മൂലത്തിൽ നിന്നാണ് ഈ വാക്ക് വരുന്നതെന്നാണ് ഇവർ പറയുന്നത്. അതിന്റെ അർത്ഥം ഏകദേശം കൊയ്തെടുത്ത കറ്റകളുടെ ന്യായവിധിയുടെ താഴ്വര, വാലി ഓഫ് ദ ജഡ്ജ്മെന്റ് ഓഫ് ദ ഹാർവസ്റ്റഡ് ഹീപ് ഷെഫ് എന്നാണത്രേ. കൊള്ളാം, അത് പുതിയ അറിവാണല്ലോ. ഇത് യോവേൽ പ്രവാചകൻ പറയുന്ന യഹോഷാഫാത്തിന്റെ താഴ്വരയുമായി കൂടുതൽ ചേർന്ന് നിൽക്കുന്നു. യോവേൽ 3 പറയുന്നില്ലേ, സകല ജാതികളെയും ന്യായവിധിക്ക് വേണ്ടി ദൈവം അവിടെ കൂട്ടിവരുത്തുമെന്ന്. ഉണ്ട്, യെരുശലേമിനടുത്തുള്ള താഴ്വര. അതെ, കിദ്രോൻ താഴ്വര ആകാം അത്. അവിടെയായിരിക്കും ഈ സംഭവം നടക്കുക എന്നാണ് ഈ പഠനം സൂചിപ്പിക്കുന്നത്, മെഗിദ്ദോയിലല്ല. ഓക്കെ, അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഒരു ചിത്രം എങ്ങനെയാണ് ഇവർ നൽകുന്നത്? രാഷ്ട്രങ്ങൾ തമ്മിലല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ പോരാട്ടം? ഇവിടെ ദൈവം വ്യക്തിപരമായി ഇടപെടുകയാണ്. ഇത് പേഴ്സണൽ ആണ് എന്ന് ദൈവം പറയുന്ന പോലെ. അതെന്തങ്ങനെ? കാരണം സെഗറിയാവിൽ പറയുന്ന പോലെ ഇസ്രായേലിനെ തൊടുന്നത് ദൈവത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയിൽ തൊടുന്ന പോലെയാണ്. അപ്പോൾ ഈ യുദ്ധത്തിൽ ദൈവം ഒരു അരിവാൾ ഉപയോഗിച്ച് ഭൂമിയിലെ വിളവ് കൊയ്യുന്ന പോലെ, അതായത് ദുഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നത്, പിന്നെ മുന്തിരിച്ചക്ക് ചവിട്ടുന്ന പോലെ ശത്രുക്കളെ നശിപ്പിക്കുന്നത്. വെളിപാട് 14 പറയുന്നില്ലേ? ഉണ്ട്, രക്തം കുതിരയുടെ കടിവാളത്തോളം ഉയരും എന്നൊക്കെ. അതെ, അതൊക്കെ അക്ഷരാർത്ഥത്തിൽ സംഭവിക്കും എന്നാണ് ഈ പഠനം പറയുന്നത്. ദൈവം നേരിട്ട് ഇടപെടും എന്ന് പറയുമ്പോൾ എങ്ങനെ? അവിടെയാണ് സെഖറിയ 14 വിവരണം പ്രസക്തമാകുന്നത്. യഹൂദ ഗോത്രത്തിലെ നേതാക്കന്മാർക്ക് താൽക്കാലികമായി ഒരു പ്രത്യേക ശക്തി കിട്ടും ശത്രുക്കളെ ചെറുക്കാൻ. ശരി. പിന്നീട് യേശു ഒലിവുമലയിൽ കാലുകുത്തും. അപ്പോൾ ആ മല 2ആയിട്ട് പിളർന്നു മാറും, കിഴക്ക് പടിഞ്ഞാറായിട്ട്. അങ്ങനെ വലിയൊരു താഴ്വര ഉണ്ടാവും. എന്തിനാണെന്നോ, യെരുശലേമിൽ കുടുങ്ങിപ്പോയ യഹൂദന്മാർക്ക് രക്ഷപ്പെടാൻ വേണ്ടി. ഒരു എസ്കേപ്പ് റൂട്ട് പോലെ. ചെങ്കടൽ പിളർന്ന പോലെയാണോ? ഏതാണ്ട് അതുപോലെ, ഒരു അത്ഭുതകരമായ വിടുതൽ. എന്നിട്ടോ അതിനുശേഷമാണോ യേശു യുദ്ധം ചെയ്യുന്നത്? അതെ, രക്ഷപ്പെട്ട യഹൂദന്മാരെ പിന്തുടർന്ന് ആ പുതിയ താഴ്വരയിലേക്ക് വരുന്ന ശത്രു സൈന്യത്തെയാണ് യേശു നേരിടുന്നത്. ഓക്കെ, അവിടെയാണ് യേശുവിൻ്റെ ശക്തി ശരിക്കും വെളിപ്പെടുന്നത്. തൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം എന്ന വാളുകൊണ്ട്, പിന്നെ തൻ്റെ തേജസ്സിൻ്റെ ഭയങ്കരമായ പ്രകാശം കൊണ്ട്. അതുകൊണ്ട് ശത്രുക്കളെ നശിപ്പിക്കും. സെഖറിയാവ് 14 പറയുന്ന പോലെ അവർക്ക് പരിഭ്രാന്തി വരും, അന്ധത വരും, അവർ തമ്മിൽ വെട്ടാൻ തുടങ്ങും. പിന്നെ ആ ഭീകരമായൊരു വിവരണമുണ്ട്. അവർ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ അവരുടെ മാംസം അഴുകിപ്പോകും, കണ്ണുകൾ അഴുകും, നാവുകൾ ഒഴുകും. ദൈവമേ, ഇതൊരു അണുബോംബാക്രമണമോ ഒന്നുമല്ല. ഇത് യേശുവിൻ്റെ സാന്നിധ്യം, അവിടുത്തെ ശക്തിയുടെ പ്രകടനം കാരണം സംഭവിക്കുന്നതാണ് എന്നാണ് ഈ പഠനം പറയുന്നത്. യേശുവിന്റെ വസ്ത്രം രക്തം പുരണ്ടിയിരിക്കും എന്നും പറയുന്നുണ്ടല്ലോ. അതെ, ഈ ശത്രുക്കളെ മുന്തിരി ചവിട്ടി മെതിക്കുന്നത് പോലെ നശിപ്പിക്കുന്നത് കൊണ്ടാണത്. വളരെ ശക്തമായൊരു ചിത്രമാണത്. ശരിയാണ്. ഇനി അടുത്ത പ്രധാന വിഷയത്തിലേക്ക് വരാം. 1000 വർഷത്തെ വാഴ്ചയും പുതിയ ആകാശവും പുതിയ ഭൂമിയും. സാധാരണ നമ്മൾ കേൾക്കുന്നത് 1000 വർഷം കഴിഞ്ഞിട്ടാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നതെന്നാണല്ലോ. അതെ, അതാണ് പൊതുവായ ധാരണ. പക്ഷേ ഈ സ്രോതസ്സുകൾ പറയുന്നത് ഇത് രണ്ടും ഒന്നാണെന്നാണോ? ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണല്ലോ. അതെ, അതാണ് ഈ പഠനങ്ങളുടെ ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും വ്യത്യസ്തമായ ഒരു കണ്ടെത്തൽ. നമ്മൾ സാധാരണ വേർതിരിക്കുന്ന സഹസ്രാബ്ദ വാഴ്ച, അതായത് മിലേനിയം, പിന്നെ പുതിയ ആകാശവും പുതിയ ഭൂമിയും, ഇത് രണ്ടും 2 കാലഘട്ടങ്ങളല്ല, ഒരേ കാലഘട്ടമാണ്. ഓക്കെ, അപ്പൊ എപ്പോഴാണ് ഇത് തുടങ്ങുന്നത്? യേശുവിന്റെ 2ാം വരവിൽ തന്നെ ഈ ഭൂമി നവീകരിക്കപ്പെടും. അതാണ് പുതിയ ഭൂമി. ആ പുതിയ ഭൂമിയിലെ ഭരണമാണ് സഹസ്രാബ്ദ വാഴ്ച. പുനഃസൃഷ്ടി എന്ന വാക്ക് അതാണോ അർത്ഥമാക്കുന്നത്? മത്തായി 19 പറയുന്ന. അതെ, റീജനറേഷൻ അല്ലെങ്കിൽ പാലിൻജീനീസിയ. അത് നിലവിലുള്ളതിനെ നശിപ്പിച്ച് പുതിയൊരെണ്ണം ഉണ്ടാക്കുന്നതല്ല, മറിച്ച് നിലവിലുള്ളതിനെ അതിൻ്റെ പൂർണ്ണതയിലേക്ക്, പൂർവ്വസ്ഥിതിയിലേക്ക് നവീകരിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഒരു സംശയം. യെശയ്യാവ് 65 പറയുന്ന പുതിയ ഭൂമിയിൽ ആളുകൾ മരിക്കുന്നുണ്ടല്ലോ. 100 വയസ്സിൽ മരിക്കുന്നവൻ ബാലൻ, പാപി ശപിക്കപ്പെട്ടവൻ എന്നൊക്കെ പറയുന്നു. എന്നാൽ വെളിപാട് 21 പറയുന്ന പുതിയ ഭൂമിയിൽ മരണമില്ല, ദുഃഖമില്ല, കരച്ചിലില്ല എന്നൊക്കെയാണല്ലോ. ഇത് രണ്ടും ഒരേ കാലഘട്ടമാണെങ്കിൽ ഈ വൈരുദ്ധ്യം എങ്ങനെ ശരിയാകും? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഈ പഠനങ്ങൾ അതിന് നൽകുന്ന വിശദീകരണം ഇതാണ്. ആ സഹസ്രാബ്ദ വാഴ്ചയുടെ കാലത്ത് ഭൂമിയിൽ 2 തരം മനുഷ്യരുണ്ടാകും. 2 തരം? അതെ, ഒന്ന് അമർത്യരായ വിശ്വാസികൾ,
ഇമ്മോർട്ടൽസ്, അതായത് ക്രിസ്തു വരുമ്പോൾ പുനരുത്ഥാനം പ്രാപിച്ചവരും രൂപാന്തരം പ്രാപിച്ചവരും. അവർക്ക് തേജസ്സുള്ള മരണമില്ലാത്ത ശരീരങ്ങളായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ കൂട്ടരോ? രണ്ടാമത്തേത് മർത്യരായ മനുഷ്യർ, അതായത് രണ്ടാം വരവിന് മുൻപുള്ള കഷ്ടകാലത്തെയും അർമഗദ്ദോനെയും ഒക്കെ അതിജീവിച്ച് ആ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന സാധാരണ മനുഷ്യർ, പിന്നെ അവരുടെ തലമുറകൾ. ശരി. അവർക്ക് ഭയങ്കര ദീർഘായുസ്സുണ്ടാകും. യെശയ്യാവ് 65 പറയുന്നത് പോലെ 100 വയസ്സിന് താഴെ മരിക്കുന്നത് ഒരു ശാപം പോലെയായിരിക്കും. എന്നാലും അവർക്ക് പാപം ചെയ്യാനും അതിൻ്റെ ഫലമായി മരിക്കാനും സാധ്യതയുണ്ട്. ഓഹോ. അപ്പോൾ യെശയ്യാവ് 65 പറയുന്ന മരണം ഈ മർത്യരായ മനുഷ്യർക്ക് സംഭവിക്കുന്നതാണ്. വെളിപാട് 21-ലോ? വെളിപാട് 21-ൽ മരണമില്ല എന്ന് പറയുന്നത് പ്രധാനമായും അമർത്യരായ വിശുദ്ധന്മാരെ ഉദ്ദേശിച്ചാണ്. ഒരുപക്ഷെ ആ 1000 വർഷം കഴിഞ്ഞു വരുന്ന നിത്യമായ അവസ്ഥയെയും അത് സൂചിപ്പിക്കുന്നുണ്ടാകാം. അതായത് ഒരേ സമയം തേജസ്സുള്ള ശരീരമുള്ളവരും സാധാരണ ശരീരമുള്ളവരും ആ പുതിയ ഭൂമിയിലുണ്ടാവും. അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും? അമർത്യരായവർ, അവർക്ക് തേജസ്സുള്ള ശരീരങ്ങളാണല്ലോ. അവർക്ക് സാധാരണ പരിമിതികൾ ഉണ്ടാവില്ല. അവർ യേശുവിനോടൊപ്പം ഭരണകർത്താക്കളായിരിക്കും. ഒരുപക്ഷേ ചിന്തകൾ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഈ ഉറവിടം അതിന് തോട്ട് മെയിൽ എന്നൊക്കെ തമാശയായി പറയുന്നുണ്ട്. കൊള്ളാം. മർത്യരോ? സാധാരണ മനുഷ്യർ. മർത്യരായ മനുഷ്യർ സാധാരണ ജീവിതം നയിക്കും. വീടുണ്ടാക്കും, കൃഷി ചെയ്യും, കുട്ടികളുണ്ടാകും, വളരെ കാലം ജീവിക്കും. യെശയ്യാവ് 65-ൽ പറയുന്ന പോലെ അവരുടെ അധ്വാന ഫലം അവർ തന്നെ അനുഭവിക്കും. സമാധാനപരമായ ഒരു കാലം, മൃഗങ്ങൾ തമ്മിൽ ശത്രുതയില്ലാത്ത. അതെ, യെശയ്യാവ് 11-ൽ പറയുന്ന പോലെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവർ ദൈവത്തെ അനുസരിക്കണം. ഉദാഹരണത്തിന് സെഖറിയാവ് 14 അനുസരിച്ച് എല്ലാ വർഷവും അവർ യെരുശലേമിൽ പോയി കൂടാരപ്പെരുന്നാൾ ആഘോഷിക്കണം. ചെയ്തില്ലെങ്കിൽ, അങ്ങനെ ചെയ്യാത്ത രാജ്യങ്ങളിലെ മർത്യർക്ക് മഴ കിട്ടില്ല. അതൊരു ശിക്ഷയാണോ? ശിക്ഷ എന്നതിനേക്കാൾ എല്ലാ അനുഗ്രഹവും ദൈവത്തിൽ നിന്നാണ് വരുന്നത് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് അതെന്നാണ് ഈ പഠനം പറയുന്നത്. ഇന്നത്തെ പോലെ ടെക്നോളജി, പണമൊക്കെ ഉണ്ടാകുമോ ആ കാലത്ത്? ഈ പഠനങ്ങൾ അനുസരിച്ച് ഇന്നത്തെ പല ടെക്നോളജിയുടെയും ആവശ്യം വരില്ല. കാരണം രോഗങ്ങൾ കുറയും, കാലാവസ്ഥ നല്ലതായിരിക്കും, യുദ്ധമില്ല, ദാരിദ്ര്യമില്ല. പണമോ? പണത്തിൻ്റെ ആവശ്യവും ഒരു പക്ഷേ ഉണ്ടാവില്ല. പിന്നെ മർത്യർക്ക് പാപത്തിൽ നിന്ന് ശുദ്ധീകരണം നേടാനും രോഗശാന്തിക്കുമായി പുതിയ യെരുശലേമിൽ നിന്നൊഴുകുന്ന ജീവജല നദി, റിവർ ഓഫ് ലൈഫ്. അതെ, പിന്നെ അതിൻ്റെ കരയിലുള്ള ജീവവൃക്ഷം, ട്രീ ഓഫ് ലൈഫ്, അതൊക്കെ അവർക്ക് പ്രയോജനപ്പെടുമെന്ന് വെളിപാട് 22-ൽ പറയുന്നുണ്ട്. അപ്പോ ഈ പുതിയ യെരുശലേം അതൊരു യഥാർത്ഥ സ്ഥലമാണോ അതോ വെറുമൊരു ആലങ്കാരിക പ്രയോഗമാണോ? അല്ലല്ല, തീർച്ചയായും ഒരു റിയൽ സിറ്റി, ഒരു ഭൗതിക നഗരം തന്നെയാണെന്നാണ് ഈ പഠനം ഉറപ്പിച്ചു പറയുന്നത്. അത് സ്വർഗത്തിൽ നിന്ന് ഈ പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അതിൻ്റെ വലിപ്പത്തെക്കുറിച്ചും രൂപത്തെക്കുറിച്ചുമൊക്കെ രസകരമായ ചില കാര്യങ്ങൾ ഈ സ്രോതസ്സുകൾ പറയുന്നുണ്ടെന്ന് കേട്ടല്ലോ. ഉണ്ട്. വെളിപാട് 21-ൽ അതിൻ്റെ അളവുകൾ പറയുന്നുണ്ട്. 12,000 സ്റ്റേഡിയം നീളം, വീതി, ഉയരം. അത് ഏകദേശം 1380 മൈൽ വരും. 2200 കിലോമീറ്ററോളം പറയാറ്. പക്ഷേ യെഹെസ്കേൽ പ്രവചനത്തിലെ വിവരണങ്ങളും അധ്യായം 40-48, പിന്നെ വെളിപാടിൽ തന്നെ അതിനെ മണവാട്ടി എന്നൊക്കെ പറയുന്നതും വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഭീമാകാരമായ പിരമിഡിന്റെ ആകൃതിയിലാകാനാണ് സാധ്യത എന്നാണ് ഈ പഠനം പറയുന്നത്. പിരമിഡോ? അതെ, ഭൂമിയിൽ നമ്മൾ കാണുന്ന ഈജിപ്തിലെയും മറ്റും പിരമിഡുകൾ ഒരുപക്ഷേ ഈ സ്വർഗീയ ഒറിജിനലിന്റെ ഒരു അനുകരണ ശ്രമമായിരുന്നിരിക്കാമെന്നും ഇവർ ഊഹിക്കുന്നു. ഇൻട്രസ്റ്റിംഗ്. അതിന്റെ ഘടനയെക്കുറിച്ച് വേറെന്തെങ്കിലും പറയുന്നുണ്ടോ? ഉണ്ട്. വലിയ മതിലുകളുണ്ട്, 12 അടിസ്ഥാന കല്ലുകളുണ്ട്, അതിൽ അപ്പൊസ്തലന്മാരുടെ പേരെഴുതിയിട്ടുണ്ട്. പിന്നെ 12 ഗോപുരങ്ങൾ, ഓരോ ഗോപുരത്തിനും ഓരോ ഇസ്രയേൽ ഗോത്രത്തിന്റെ പേരാണ്. യെഹെസ്കേൽ 48-ൽ ഈ ഗോപുരങ്ങൾ ഏത് ദിക്കിലാണ്, ഏത് ഓർഡറിലാണ് എന്നൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. വെളിപാടിലെ വിവരവും ഇതും ചേർത്ത് വെച്ചാൽ ഒരു ഏകദേശ രൂപം കിട്ടും. മതിലുകളോ? മതിലുകൾ പലതരം രത്നക്കല്ലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനം, ആ നഗരത്തിന് വെളിച്ചം കൊടുക്കുന്നത് സൂര്യനോ ചന്ദ്രനോ അല്ല, പിന്നെയോ ദൈവത്തിൻ്റെയും യേശുവിൻ്റെയും തേജസ്സാണ് അതിൻ്റെ പ്രകാശം. സൂര്യനും ചന്ദ്രനും ഒക്കെ അപ്പോഴും ഉണ്ടാവും, പക്ഷേ ഈ ദൈവിക പ്രകാശത്തിന് മുന്നിൽ അതൊക്കെ ഒന്നുമല്ലാതാകും. അപ്പോൾ ഈ നഗരത്തിൽ ആരാണ് താമസിക്കുക?
ഒരു പക്ഷേ ആ അമർത്യരായ വിശുദ്ധന്മാർ അവരുടെ വാസസ്ഥലമായിരിക്കാം ഈ പുതിയ യെരുശലേം. കൊള്ളാം. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓർത്തെടുത്താൽ ഈ സ്രോതസ്സുകൾ മുന്നോട്ട് വെക്കുന്ന ചില പ്രധാനപ്പെട്ട, ഒരുപക്ഷെ നമ്മൾ സാധാരണ കേൾക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ആശയങ്ങൾ ഇവയാണ്, അല്ലേ? ഒന്ന്, യേശുവിൻ്റെ രണ്ടാം വരവിൽ ഭൗതികവും ആത്മീയമായ ലോകങ്ങൾക്കിടയിലെ ആ മറ നീങ്ങുന്നു. അതെ. രണ്ട്, അർമഗദ്ദോം എന്നത് മെഗിദോയിൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, മറിച്ച് യെരുശലേമിനടുത്ത് ഒരുപക്ഷെ യഹോഷഫാത്ത് താഴ്വരയിൽ ലോകമൊന്നടങ്കം യേശുവിനെതിരെ വരുന്നതും ദൈവം നേരിട്ട് ഇടപെടുന്നതുമായ ഒരു സംഭവമാണ്. ശരിയാണ്. മൂന്ന്, സഹസ്രാബ്ദ വാഴ്ചയും പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നത് രണ്ട് കാലഘട്ടങ്ങളല്ല, ഒന്നു തന്നെയാണ്. അത് രണ്ടാം വരവിൽ തന്നെ ആരംഭിക്കുന്നു. അവിടെ അമർത്യരായ വിശുദ്ധന്മാരും മർത്യരായ മനുഷ്യരും ഒരുമിച്ച് ജീവിക്കും. അതെ, അതും ഒരു പ്രധാന പോയിന്റാണ്. നാലാമതായി, പുതിയ യെരുശലേം എന്നത് ഒരു ആലങ്കാരിക പ്രയോഗമല്ല, സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന, അളക്കാൻ പറ്റുന്ന, ഒരുപക്ഷെ പിരമിഡ് ഷേപ്പിലുള്ള ഒരു യഥാർത്ഥ നഗരമാണ്. അതെ, ഇവയാണ് ഈ പ്രത്യേക പഠനങ്ങളിൽ നമ്മൾ കാണുന്ന പ്രധാന ചിത്രങ്ങൾ. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇത് ബൈബിളിലെ പ്രവചനങ്ങളെയും വെളിപാടുകളെയും ഒക്കെ ഒരു പ്രത്യേക രീതിയിൽ വ്യാഖ്യാനിക്കാനുള്ള ഒരു ശ്രമമാണ്. തീർച്ചയായും. എല്ലാ വ്യാഖ്യാനങ്ങളെയും പോലെ ഇതിനെ നമ്മൾ കൂടുതൽ പഠിക്കുകയും പ്രാർത്ഥനയോടെ വിവേചിക്കുകയും വേണം. അത് വളരെ പ്രധാനമാണ്. കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചിന്ത കൂടി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ഈ സ്രോതസ്സുകൾ തന്നെ വെളിപാട് 20 അനുസരിച്ച് പറയുന്നുണ്ട്, 1000 വർഷത്തെ ഈ അനുഗ്രഹീതമായ സമാധാനപരമായ ഭരണത്തിന് ശേഷം സാത്താനെ വീണ്ടും കുറച്ചു കാലത്തേക്ക് അഴിച്ചുവിടുമെന്ന്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മർത്യരായ മനുഷ്യരിൽ ഒരു വലിയ വിഭാഗം ആളുകൾ വീണ്ടും അവൻ്റെ പിന്നാലെ പോയി ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ഒരുങ്ങുമെന്നും പറയുന്നു. അതെ, അതും പറയുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, യേശു നേരിട്ട് ഭരിക്കുന്ന, ഇത്രയധികം നന്മകളും അനുഗ്രഹങ്ങളും സമാധാനവും അനുഭവിച്ച ഒരു ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യർ പോലും എന്തുകൊണ്ടാണ് വീണ്ടും സാത്താൻ്റെ വഞ്ചനയിൽ വീഴുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. മനുഷ്യൻ്റെ ആ സ്വതന്ത്രമായ ഇച്ഛാശക്തിയെക്കുറിച്ച്, ഏറ്റവും നല്ല സാഹചര്യങ്ങളിൽ പോലും പാപം ചെയ്യാനുള്ള അവൻ്റെ ആ ഒരു കഴിവിനെക്കുറിച്ച്, പാപത്തിൻ്റെ ആഴത്തിലുള്ള സ്വഭാവത്തെക്കുറിച്ചൊക്കെ ഇത് നമ്മളെ എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? ഇതൊരു തുടർചിന്തയ്ക്കായി നൽകുന്നു. അടുത്ത തവണ കാണാം. നന്ദി.